നമസ്കാരം. ലോകത്ത് ഇന്ന് ഏറ്റവും സർവ്വസാധാരണമായി കാണപ്പെടുന്ന അർബുദമാണ് സ്തനാർബുദം. സ്ത്രീകൾ ഏറ്റവും ഭയപ്പെടുന്ന ഒരു രോഗമാണ് ഇത്. ഒരുപക്ഷെ പ്രാരംഭ ദിശയിൽ തന്നെ കണ്ടുപിടിക്കപ്പെട്ടാൽ ഇതിന് ചികിത്സയുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സ്തനാർബുദവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പണ്ട് പലരും പറഞ്ഞു കേട്ടിരുന്ന കഥകൾ പിന്നീട് അത് യാഥാർത്ഥ്യമാണ് എന്ന് ജനങ്ങൾ കരുതിയിടത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. സ്തനാർബുദത്തെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ പ്രശസ്തയായ ഒരു ക്യാൻസർ വിദഗ്ധ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇത് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നത്. സ്തനാർബുദത്തെ എങ്ങനെ പ്രതിരോധിക്കാം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ എന്താണ് തുടങ്ങിയതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്ക് അന്താരാഷ്ട്ര പ്രസിദ്ധയായ ഒരു ഡോക്ടറാണ് ഉപദേശങ്ങൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഡോക്ടർ ജോർജിന വില്യംസ് എന്നാണ് ഈ ഡോക്ടറുടെ പേര്. മോൺട്രോസ് ലണ്ടൻ്റെ സഹസ്ഥാപകയും കൺസൾട്ടൻറ്റും പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജനുമാണ് ഇവർ. നമ്മുടെ അടിസ്ഥാനപരമായ സ്തനാർബുദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ടെന്നും അവയെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇവിടെ ഡോക്ടർ നൽകുന്നത്. സാധാരണ പലരും പറയാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ബ്രാ ധരിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ഇത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പലരും തെറ്റിദ്ധാരണയോടുകൂടി വെളിപ്പെടുത്താറുണ്ട്. എന്നാൽ ഡോക്ടർ ജോർജിനയുടെ അഭിപ്രായത്തിൽ രാത്രി ഇത് കിടക്കുമ്പോൾ ഇത് ധരിക്കണമെന്നില്ല എന്നാണ്. ഇത് ധരിച്ചതുകൊണ്ടോ ധരിക്കാതിരുന്നതുകൊണ്ടോ ഒക്കെ തന്നെ സ്തനാർബുദം ബാധിക്കും എന്ന തെറ്റിദ്ധാരണ ആദ്യമേ തന്നെ ഒഴിവാക്കണം എന്നാണ് ഡോക്ടർ ജോർജിന പറയുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ പരിഗണിച്ച് മാത്രം തീരുമാനമെടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. പൊതുവെ സ്ഥലങ്ങളൊക്കെ തന്നെ തൂങ്ങുന്നത് നമ്മുടെ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, വാർദ്ധക്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് തലപുണ്ണാക്കേണ്ടതില്ല എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. ഗുരുത്വാകർഷണ ബലം, ചർമ്മത്തിൻ്റെ ഇലാസ്തികതയിലെ മാറ്റങ്ങൾ, കാലക്രമേണ ചർമ്മത്തിലുണ്ടാകുന്ന പൊതുവായ തേയ്മാനം എന്നിവ കൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കാറുള്ളത്. ഇത് ജീവിതത്തിൻ്റെ പൂർണ്ണമായും സാധാരണവും സ്വാഭാവികവുമായ ഒരു ഭാഗമാണെന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു പ്രധാന തെറ്റിദ്ധാരണ വള്ളികളോട് സ്ട്രാപ്പുള്ള ബ്രാകൾ ധരിക്കുന്ന സ്ത്രീകൾക്ക് സ്തനാർബുദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. ഒരുപക്ഷെ അത് കൂടുതൽ ശരീരത്തേക്ക് ഇറുകുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നും നിങ്ങൾക്ക് സ്തനാർബുദം വരാൻ ഇതൊരിക്കലും ഒരു കാരണമാകുകയില്ല എന്നുമാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന് ഡിയോഡറൻറ്റുകളെക്കുറിച്ചാണ്. ഡിയോഡറൻറ്റുകളെക്കുറിച്ചാണ്. ഡിയോഡറൻറ്റുകൾ നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കാറുള്ളതാണ്. ഇത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ആർക്കെങ്കിലും സ്തനാർബുദം വന്നതായി കേട്ടിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇത് തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ കൂടി കാരണമായിട്ടായിരിക്കാം പലരും കരുതുന്നത് ഇത് സ്തനാർബുദത്തിന് കാരണമാകുമെന്ന്. എന്നാൽ ഇതൊരു തീർത്തും തെറ്റിദ്ധാരണയാണ് എന്നാണ് ഡോക്ടർ ജോർജിന പറയുന്നത്. മറ്റൊന്ന്, സ്തനങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കാൻ ഇംപ്ലാന്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സംശയം പലർക്കും ഉണ്ട്. ഡോക്ടറുടെ അഭിപ്രായത്തിൽ നിലവിൽ അത്തരത്തിലുള്ള സംവിധാനം മാത്രമേ ഉള്ളൂ, ഇംപ്ലാന്റുകൾ മാത്രം ഉപയോഗിച്ച് മാത്രമേ സ്തനങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതിനെല്ലാം തന്നെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണകളെ ഒരുപാട് ആശ്രയിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് പലപ്പോഴും നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത് എന്നാണ് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഒരാളുടെ സ്തനങ്ങളുടെ വലിപ്പ ചെറുപ്പമൊക്കെ നിർണ്ണയിക്കുന്നതിൽ അവരുടെ ജനിതകമായ ഘടകങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് എന്നാണ് ഡോക്ടർ ജോർജിന പറയുന്നത്. ഡോക്ടർ പറയുന്നത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എല്ലാ മാസവും സ്തനങ്ങൾ സ്വന്തമായി പരിശോധിക്കുക എന്നുള്ളതാണ്. സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗ്ഗം ഇതാണ് എന്നാണ്. സംശയകരമായ രീതിയിൽ കക്ഷത്തോ സ്ഥലങ്ങളിലൊക്കെ തന്നെ മുഴകളോ മറ്റോ കാണപ്പെടുകയാണെങ്കിൽ അടിയന്തരമായി തന്നെ നിങ്ങൾ ഡോക്ടറെ സമീപിക്കുകയും ചികിത്സ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുകയും വേണം. അതല്ലാതെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത് എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. ലോകത്തെ 40% സ്ത്രീകളും അവർ സ്വയം സ്തനാർബുദം കണ്ടുപിടിച്ചിട്ടാണ് തങ്ങളെ സമീപിക്കാറുള്ളത് എന്നാണ് ഡോക്ടർമാരും പറയാറുള്ളത്. അതുപോലൊരു സംശയമാണ് സ്തനാർബുദം ബാധിച്ച് സ്ഥലങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുന്നത് ശരീരത്തിന് വീണ്ടും ക്യാൻസർ വരുത്തിക്കാൻ ഇടയാക്കുമോ എന്ന് പലർക്കും സംശയമുണ്ട്. പക്ഷേ ആ സംശയം അസ്ഥാനത്താണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. സ്വാഭാവികമായൊരു വളർച്ച തന്നെയായിരിക്കും അവിടെ സംഭവിക്കുക എന്നും ഒരു കാരണവശാലും ഇത് വീണ്ടും അവരിലേക്ക് ക്യാൻസർ ബാധിക്കാൻ ഇടയാക്കില്ല എന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, മികച്ച രീതിയിൽ വ്യായാമം ചെയ്യുന്ന സ്ഥലങ്ങളിലെ കൊഴുപ്പൊക്കെ തന്നെ മാറ്റാൻ, സ്തനകലകൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാനും ഒക്കെ ഏറെ സഹായിക്കും എന്നാണ് ഡോക്ടർ ജോർജിന പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പ്രധാനമായും നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം ഒരു ഡോക്ടറെ സമീപിച്ച് അക്കാര്യത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതല്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും പണ്ട് പറഞ്ഞു കേട്ടിരുന്ന പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലും നമ്മൾ സ്വയം അങ്ങനെ തീരുമാനങ്ങളെടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വല്ലാത്ത ഭീകരമായ അവസ്ഥയിലേക്ക് അതുകൊണ്ട് എത്തിക്കും എന്നാണ് ഡോക്ടർ ജോർജിന മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു കാര്യം ഓർക്കുക, സ്തനാർബുദം എപ്പോഴും
ആരംഭത്തിൽ കണ്ടുപിടിച്ചാൽ അത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് ഇത് രോഗം വർദ്ധിച്ചതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് എങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധികളിലേക്കായിരിക്കും നമ്മെ കൊണ്ടുവന്നെത്തിക്കുക.